الحمد لله الذي كتب على نفسه الرحمة وأفاض على الخلائق سوابغ النعمة، دعا إلى الإسلام فخص من شاء بالهداية والتوفيق منة منه وفضلا، وأقام الحجة على من خالفك حكمة منه وعدلا، وأشهد أن لا إله إلا الله وحده لا شريك له شهادة عبده وابن عبده وابن أمته ومن لا غنى له طرفة عين عن فضله ورحمته، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله وصفيه وخليله، رحمة الله للعالمين وقدوة العاملين ومحجة السالكين، صلى الله وسلم وبارك عليه وعلى آله السادة الطاهرين وعلى أصحابه الغر الميامين والتابعين ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه، وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا، ذلك الفوز العظيم. يا رئيسنا الله സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. ആ അനുസരണമാണ് വിജയത്തിൻ്റെയും പരലോക രക്ഷയുടെയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാനും അതോടൊപ്പം ഇഹലോകത്ത് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും ഒക്കെ വേണ്ടത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിൽ പരലോക രക്ഷക്കായി ഇല്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഇതിന്റെ ഭാഗമായിക്കൊണ്ടുണ്ട്. അതായത് ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത, അള്ളാഹുവോ അവന്റെ പ്രവാചകനോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ആ വിഷയം പറഞ്ഞതിന്റെ ചുരുക്കവും ലക്ഷ്യവും അതായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ടു തന്നെ അല്ലെങ്കിൽ ചില ഹദീസുകൾ പറഞ്ഞുകൊണ്ടു തന്നെ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങൾ കടന്നു വരാറുണ്ട്. അതല്ലെങ്കിൽ താൻ സ്വീകരിച്ച ഒരു ആശയവും ആദർശവും സത്യമാണ്, ശരിയാണ് എന്ന് പറയാൻ വേണ്ടി ചിലപ്പോൾ ചില ആളുകൾ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതാറുണ്ട്. അപ്പൊ അവരും ഓതുന്നത് ആയത്തല്ലേ, അവരും പറയുന്നത് ഹദീസല്ലേ, ഹദീസും ആയത്തും അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്, അത് മാത്രമാണ് ശരിയെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നവരും പറയുന്നത് ഹദീസ് തന്നെയല്ലേ? വ്യക്തമാക്കി പറഞ്ഞാൽ നബിദിനാഘോഷം വേണം എന്ന് പറയാനും അവർ പറയുന്നു ചില ആയത്തുകൾ.
അത് പാടില്ല, തെറ്റാണ് എന്ന് പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഖുർആനിലും ഹദീസിലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആയത്തും ഹദീസും സ്വീകരിക്കണം എന്ന് പറയുന്ന ആളുകളിൽ തന്നെ ഈ വൈരുദ്ധ്യം വരുന്നത്? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിനെ കാതൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഓതിക്കൊണ്ട് ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റൂല. ഞാനൊരു ആയത്ത് ഓതുകയാണ്, എന്നിട്ട് എനിക്ക് തോന്നിയ വിശദീകരണം ഞാൻ പറഞ്ഞാൽ അത് ഒരിക്കലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്ന വിഷയമല്ല. കാരണം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്, ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഹദീസുകൾ പറഞ്ഞു കൊടുത്തത്, അതിലും ആർക്കും തർക്കമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ, ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ആദ്യമായി കേട്ടൊരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് സഹോദരങ്ങളെ സ്വഹാബിമാർ. അവരോളം നല്ല ഒരു ജനത ഇനി ലോകത്ത് വരാനില്ല. ആ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണ്. ഒരായത്തിറങ്ങുമ്പോൾ എവിടെ ഇറങ്ങി, എന്തിനിറങ്ങി, ഇതിന്റെ വിശദീകരണം എന്താണ് എന്ന് നേരിട്ട് അനുഭവിച്ചവരും കണ്ടവരും കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. ആ സ്വഹാബികളെ കണ്ടവരാണ് താബിഉകൾ, അവരെ കണ്ടവരാണ് തബഉ താബിഉകൾ. അങ്ങനെ ഏറ്റവും ഉത്തമരായ 2-3 തലമുറ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുന്നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറയാണ്, സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന തലമുറ. പിന്നെ അതിനോടടുത്ത തലമുറ അതാരാ? താബിഉകൾ. അവർ നബിയെ കണ്ടവരല്ല. നബിയെ കണ്ടാൽ പിന്നെ താബി എന്നല്ല പറയാ, പിന്നെ സ്വഹാബി എന്നാണ് പറയാ. അവർ സ്വഹാബികളെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് താബിഈ ആയത്. ആ താബിഈയെ കണ്ടവരാണ് തബഉ താബിഉകൾ. അപ്പോൾ അവർ ഏറ്റവും ഉത്തമരാണ്, ഏറ്റവും നല്ലവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നേതാക്കന്മാരായ സ്വഹാബികൾ, തബഉ താബികളുടെ മുകളിൽ താബിഉകൾ, അവരുടെ മുകളിൽ സ്വഹാബികൾ. ആ സ്വഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധരങ്ങളിലൂടെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിക്കേട്ടത്, അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കിയത്. ഓരോ ആയത്തുകളും അവതരിക്കുമ്പോൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ വിശദീകരണം ഇന്നതാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ളവർ ആ സ്വഹാബികളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഖുർആൻ ഓതിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂല, ഹദീസ് പറഞ്ഞ് എന്തെങ്കിലും വിശദീകരണം കൊടുക്കാൻ പറ്റുകയില്ല. ഉദാഹരണമായി പറയാം, നബിദിനാഘോഷം അനുവദനീയമാണെന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ ഓതുന്ന ഒരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു തത്വമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിക്കൊണ്ടല്ലാതെ റസൂലിനെ നിങ്ങൾ നാം നിയോഗിച്ചിട്ടില്ല. എന്നാൽ ആ റഹ്മത്ത് വേറെ സ്ഥലത്ത് വന്നപ്പോൾ ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, ഫബിദാലിക ഫൽയഫറഹു, ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഈ ആയത്തെടുത്തുകൊണ്ട് ഇതാ ഖുർആനിൽ തെളിവുണ്ട് നബിദിനാഘോഷത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, കാരണം നരകത്തിന് സ്വർഗത്തിന് വിഷയമാണ്. അതിന് അവിടെ ആ ആയത്തോതിക്കൊണ്ട് ഇത് നബിദിനാഘോഷത്തിന് തെളിവാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒന്നാമത്തെ ചോദ്യം, ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ടോ എന്നാണ്. ഈ ആയത്തിന് അങ്ങനെ ഒരു ആശയം സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ആയത്തിന് അങ്ങനെ ഒരു വിശദീകരണം ആ സ്വഹാബികളെ കണ്ട് ജീവിച്ച താബിഉകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ എന്തുകൊണ്ട് പിന്നെ നബി അത് ആഘോഷിച്ചില്ല? ആയത്തിലുണ്ടായിട്ട് പ്രവാചകൻ ചെയ്തില്ല എന്ന് പറയേണ്ടി വരില്ലേ? ആയത്തിലുണ്ടായിട്ട് സ്വഹാബത്ത് ചെയ്തില്ല എന്ന് പറയേണ്ടി വരില്ലേ? ആയത്തിൽ പഠിപ്പിക്കപ്പെട്ട നിയമങ്ങൾ സ്വഹാബത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ പോയിട്ടില്ല. സ്വഹാബികൾ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആന്റെ ഒരു വചനം ഇറങ്ങിയാൽ അത് ഞങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കിയിട്ട് അടുത്ത ആയത്തിലേക്ക് ഞങ്ങൾ നീങ്ങാറുള്ളൂ. അപ്പൊ ആയത്തുകൾ പ്രാവർത്തികമാക്കുന്നവരാണ് സ്വഹാബത്ത്. അവരങ്ങനെ പ്രാവർത്തികമാക്കിയിട്ടില്ല. എന്തേ കാരണം? ആ ആയത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ സ്വഹാബത്തിന് അതിന് എന്ത് വിശദീകരണം കൊടുത്തു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് വിഷയത്തിലും
നമുക്ക് മതം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഖുർആൻ സ്വീകരിക്കണം, ഹദീസ് സ്വീകരിക്കണം, ശരി, അതെല്ലാവരും പറയുന്നു. എന്നാൽ ആ ഹദീസും ഖുർആനും സ്വീകരിക്കേണ്ടത്, അതിന്റെ ആശയം സ്വീകരിക്കേണ്ടത് എന്റെ ചിന്തയിൽ ഉദിച്ച രൂപത്തിലല്ല. അങ്ങനെ ചിന്തയിൽ ഉദിക്കുന്ന രൂപങ്ങൾ പല ആളുകളും സ്വീകരിച്ചത് കൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ പല കാലത്തും പലരും തെറ്റിപ്പോകാനുള്ള കാരണമുണ്ടായത്. ഖവാരിജുകൾ തീവ്രവാദ ചിന്താഗതികളുമായി കടന്നുപോയി. മുഅ്തസിലിയാക്കൾ ഇസ്ലാമിലെ സ്ഥിരപ്പെട്ട പല വിഷയങ്ങളെയും ബുദ്ധിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും പിഴച്ചുപോയി. പല ആളുകളും അമിതമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് പിഴച്ചുപോയി. അവരൊക്കെ പിഴക്കാനുള്ള കാരണം എന്താ? പ്രവാചകരിൽ നിന്ന് ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോൾ അത് കേട്ട സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അപ്പൊ ഇതാണ് കാതൽ. നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണോ ആയത്തും ഹദീസും സ്വഹാബികൾ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം. ആ സ്വഹാബത്തിന്, ആ താബിഉകൾക്ക് അവർക്ക് പറയുന്ന പേരാണ് സലഫുസ് സാലിഹ്. ഈ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഏതെങ്കിലും സംഘടനയുടെ പേരല്ല. സലഫുസ് സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലവരായ മുൻഗാമികൾ. ആ നല്ലവരായ മുൻഗാമികളെ പിൻപറ്റുന്നവനാണ് സലഫി എന്ന് പറയാം. നമ്മൾ നമ്മുടെ പള്ളികൾക്ക് സലഫി മസ്ജിദ് എന്ന് പേര് കാണാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലെ കോളേജുകൾ, മദ്രസകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സലഫി മദ്രസ, സലഫി പള്ളി. എന്താ അതിന്റെ അർത്ഥം? അത് ഏതെങ്കിലും ഒരു ആള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കി തന്ന പള്ളി എന്നല്ല. മറിച്ച് മുൻഗാമികളായ സ്വഹാബത്തിന്റെയും താബികളുടെയും തബൂ താബികളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും പ്രമാണങ്ങളും മനസ്സിലാക്കുന്ന രീതിയും അതേപോലെ സ്വീകരിച്ച ആളുകളുടെ പള്ളി. ആ പള്ളിയിൽ പിന്നെ ആ സലഫിയത്തിനെതിരെ വരാൻ പാടില്ല. അപ്പൊ ഈ സലഫ് അല്ലെങ്കിൽ സലഫി എന്ന് പറയുന്ന പേര് മുജാഹിദ്, ഞാൻ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി തുറന്നു പറയണം, ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരല്ലാതെ. ഇന്ന് ഏതെല്ലാം സംഘടനകളുണ്ടോ അവരെല്ലാം സലഫിനെ പിൻപറ്റുന്നവരായി മാറണം, അവരെല്ലാം സലഫികളായി മാറണം. സലഫി എന്ന് പറഞ്ഞാൽ സഹാബിനെ പിൻപറ്റുന്നവൻ എന്നാണ്, താബിഈനെ പിൻപറ്റുന്നവൻ എന്നാണ്, മുൻഗാമികളായ ആളുകളെ പിൻപറ്റുന്നവൻ എന്നാണ്. ആ നിലക്ക് നമ്മളെല്ലാവരും സലഫികളായി മാറണം. അപ്പം എന്തുണ്ടാവൂല? പ്രശ്നം ഉണ്ടാവൂല. ഏത് ആയത്ത് കിട്ടി അതിനാരും വിശദീകരണം കൊടുത്താലും ശരി, ഈ ആയത്തിന് ഇങ്ങനൊരർത്ഥം സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ, ഈ ഹദീസിന് ഇങ്ങനൊരർത്ഥം സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ, എങ്കിൽ ഞാനത് സ്വീകരിക്കും. അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? അതുകൂടി മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ സ്വീകരിക്കണം? വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, നിങ്ങൾ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലാ ഐബ അലാ മൻ അദ്ഹറ മദ്ഹബസ് സലഫി വൻതസബ ഇലൈഹി വഅതസ ഇലൈഹി. ഞാൻ സലഫിന്റെ മാർഗത്തിലാണ് എന്നൊരാൾ പറയുകയും അതിലേക്ക് ചേരുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്താൽ അതിൽ യാതൊരു തകരാറുമില്ല. ബൽ യജിബു ഖബൂലു ദാലിക മിൻഹു ബിൽ ഇത്തിഫാഖ്. മാത്രമല്ല ആ മാർഗം സ്വീകരിക്കലും നിർബന്ധമാണ്. കാരണം ഫഇന്ന മദ്ഹബസ് സലഫി ലാ യകൂനു ഇല്ലാ ഹഖ്ഖാ. സ്വഹാബത്തിന്റെ മാർഗം, താബിഈന്റെ മാർഗം അത് ഹഖ് മാത്രമാണ്, അത് മാത്രമാണ് ഹഖായിട്ടുള്ളത്. അതെന്തേ അത് മാത്രം ഹഖാകാനുള്ള കാരണം? ഒന്ന്, സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാം, ഫഇൻ ആമനൂ ബിമിത്ലി മാ ആമൻതും ബിഹി. സ്വഹാബികളോടാ പറയുന്നത്, പ്രവാചകരോടും വിശ്വാസികളോടുമാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ച പോലെ അവരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ. അന്നത്തെ കാലഘട്ടത്തിലെ ജൂതന്മാര്, നസ്വാറാക്കൾ, മുശ്രിക്കുകൾ അവർ നബി വിശ്വസിച്ച പോലെ വിശ്വസിച്ചിട്ടില്ല, സ്വഹാബത്ത് വിശ്വസിച്ച പോലെ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹ് പറയാണ്, നിങ്ങൾ വിശ്വസിച്ച പോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗം പ്രാപിക്കുമായിരുന്നു. അപ്പൊ ആര് വിശ്വസിച്ച പോലെ വിശ്വസിക്കാനാ പറയുന്നത്? സ്വഹാബത്ത് വിശ്വസിച്ച പോലെ. അല്ല, സ്വഹാബത്തിന്റെ വിശ്വാസം സ്വീകരിക്കാതെ പിന്മാറിപ്പോയാലോ അവർ വ്യക്തമായ ഭിന്നതയിലാണ്, അവർ പ്രശ്നങ്ങളിലായിപ്പെട്ടു പോകും. സൂറത്തുൽ ബഖറയിൽ 137-ാമത്തെ ആയത്ത്. ഈ ആയത്ത് പറഞ്ഞ എന്താ? സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിച്ച് സ്വഹാബത്ത് വിശ്വസിച്ച പോലെ വിശ്വസിക്കണം. ഒന്നല്ല, രണ്ടല്ല, വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ഹിദായത്തിന്റെ വഴി ഇന്നതാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട ശേഷം ആരെങ്കിലും പ്രവാചകന് എതിര് പ്രവർത്തിച്ചാൽ, വയബ്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചാൽ, നുവല്ലിഹി മാ തവല്ല, അവൻ പോണ വഴിക്ക് നാം അവനെ വിടും.
അവസാനം വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, എത്ര ചീത്തയായ സങ്കേതമാണ് ആ നരകം. അപ്പൊ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്. ഒന്ന്, പ്രവാചകനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. രണ്ടാമത്തതോ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കാൻ പാടില്ല. ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങൾ ആരാ? ഇപ്പൊ എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ ആളുകളും ചെയ്യാനല്ല പറയുന്നത്. ഈ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലെ മുഅ്മിനുകൾ ആരാ? സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണം. അല്ലെങ്കിലോ പോണ വഴിക്ക് അവനെ വിടും. പിന്നെയോ അവന്റെ ചിന്തകൾ പലതായി ഇങ്ങനെ പാച്ചു പോകും. അവസാനം കേട്ടില്ലേ, സിഎം മടവൂർ പടച്ചവനാണ് എന്ന് പറയുന്നിടത്ത് എത്താനുള്ള കാരണം എന്താ? ആ സ്വഹാബത്തിന്റെ മാർഗം വിട്ടത് കൊണ്ടാ. ഇത് ചെറിയ പിളവമല്ല, ഇതൊരു തർക്ക വിഷയമായി മനസ്സിലാക്കേണ്ട കാര്യമല്ല. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും വിഷയമാണ്, ഈമാനിന്റെയും കുഫറിന്റെയും വിഷയമാണ്. കാരണം ദീനെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാനുള്ളതല്ല, അത് അപ്ഡേഷൻ വരാനുള്ളതല്ല. അത് ആ സ്വഹാബത്ത് അന്ന് ചെയ്ത് കാണിച്ചെന്ന മതരീതികളുണ്ട്, അത് അതേപോലെ സ്വീകരിക്കണം. അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസ്വാറുകളും, വല്ലദീന തബഊഹും ബിഹ്സാൻ, നന്മയോടുകൂടി അവരെ പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ലോകത്ത് വേറെ ആരെക്കുറിച്ച് അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുക? അല്ലാഹ് തൃപ്തിപ്പെട്ടവരുണ്ടാകാം, തൃപ്തിപ്പെടാത്തവരുണ്ടാകാം, നമുക്കിത് പറയാൻ കഴിയില്ല. അത് അല്ലാഹ്ക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആരെക്കുറിച്ച? മുഹാജിറുകളെ കുറിച്ച്, അൻസ്വാറുകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബിമാരെ കുറിച്ച്. അവരെത്ര ജന്മദിനാഘോഷം നടത്തി? അതില്ലാത്തത് കൊണ്ടല്ലേ നല്ല ബിദ്അത്ത് എന്ന പേര് ഇപ്പൊ കൊടുക്കേണ്ടി വന്നത്. എന്താ നല്ല ബിദ്അത്ത് പറഞ്ഞാൽ? പുതിയതായി ഉണ്ടാക്കപ്പെട്ട നല്ല അനാചാരം. അങ്ങനൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. ആ സ്വഹാബത്താകട്ടെ അല്ലാഹ് തൃപ്തിപ്പെട്ടവരുമാണ്. നബിദിനാഘോഷമില്ലാതെ, മങ്കൂസ് മൗലിദില്ലാതെ, ശറഫുൽ അനാമില്ലാതെ, യാ മുഹ്യദ്ദീൻ വിളിയില്ലാതെ, മരിച്ചുപോയ ഔലിയാക്കന്മാരെ വിളിക്കാതെ അല്ലാഹ് അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു എങ്കിൽ, റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹ് പറഞ്ഞുവെങ്കിൽ, ആ സ്വഹാബത്തിന്റെ മാർഗമല്ലേ നമുക്ക് വേണ്ടത്? എത്ര എളുപ്പമായി ഇസ്ലാം ദീൻ മനസ്സിലാക്കാൻ. ആരുമായി തർക്കിക്കാൻ പെട്ട ഒരാവശ്യമില്ല. അവ ചുരുക്കി പറഞ്ഞാൽ, ഖുർആൻ സ്വീകരിക്കണം, ഹദീസ് സ്വീകരിക്കണം. അത് രണ്ടും മനസ്സിലാക്കേണ്ടത് ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്ന ഖൈറ ഖുറൂനി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ ഏറ്റവും നല്ല തലമുറ, ഫിൽ അഅമാലി, വാക്കുകളിൽ, വൽ അഖ്വാലി, പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ, വൽ ഇഅ്തിഖാദി വഗൈരിഹാ, വിശ്വാസങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും, മിൻ കുല്ലി ഫളീലത്തിൻ അന്ന ഖൈറഹാ അൽ ഖർനുൽ അവ്വൽ, ഏറ്റവും നല്ലവരാരാണ്? ഒന്നാമത്തെ തലമുറക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തവർ, പ്രവാചകന്റെ ഓരോ ചലനങ്ങളും കണ്ടവർ, ഓരോ ആയത്തിന്റെയും അവതരണ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിയവർ, എന്തിനാണ് ആയത്തിറങ്ങിയത് എന്ന് കൃത്യമായി കണ്ടവരും അനുഭവിച്ചവരും, അവരാണ് ഒന്നാമത്തെ തലമുറ. അവരാണ് ഏറ്റവും നല്ലവർ. തുമ്മല്ലദീന യലൂനഹും, പിന്നെ ശേഷമുള്ളവർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലുള്ളത്. അവർക്ക് എല്ലാ മഹത്വവുമുണ്ട്. ഇന്ന വിഷയത്തിൽ എന്നില്ല, എല്ലാ വിഷയത്തിലും. അദ്ദേഹം പറയാ, മിൻ ഇൽമിൻ, അറിവിൽ, അവരോളം അറിവുള്ള ആരും ലോകത്തില്ല. ഇബ്നു അബ്ബാസ്, ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാനായ പണ്ഡിതൻ, വിശുദ്ധ ഖുർആന്റെ തഫ്സീർ എന്ന പേരിൽ അറിയപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മനസ്സിലാകാത്തൊരു തഫ്സീർ ഇപ്പോൾ ഒരാൾ കൊണ്ടുവന്നാൽ അവനോട് പോകാൻ പറയണം. കാരണം നമുക്ക് പോകേണ്ടത് ഇബ്നു അബ്ബാസ് പോകുന്ന സ്വർഗത്തിലേക്കാണ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ച ആ വഴിയിലേക്കാണ്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ഇൽമുള്ളവർ. വഅമലിനും, ഏറ്റവും വലിയ അമൽ ചെയ്തവരാരാ? അവരാണ്. രാവും പകലും അധ്വാനിച്ചവർ. രാത്രികളിൽ തഹജ്ജുദ് നമസ്കാരങ്ങളിൽ, ഖുർആൻ പാരായണങ്ങളിൽ, പകൽ വേളകളിൽ യുദ്ധക്കളങ്ങളിലാണ് അവർ പ്രവർത്തനങ്ങളിൽ മുന്നിലായിരുന്നു. ഈമാനിൻ, വിശ്വാസത്തിൽ, വഅഖിലിൻ, ബുദ്ധിയിൽ, വദീനിൻ, മതവിഷയങ്ങളിൽ, വബയാനിൻ, വ്യക്തതകളിൽ, എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവരാണ്. വഇബാദത്തിൻ, ആരാധനകളിൽ, വഅന്നഹും ഔലാ ബിൽ ബയാനി ലികുല്ലി
ലികുല്ലി മുഷ്കിലിൻ, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും വ്യക്തതയും അവരുടെ അടുക്കലുണ്ട്. ഹാദാ ലാ യദ്ഫഉഹു ഇല്ലാ മൻ കാബറൽ മഅലൂമ ബിദ്ദറൂറ മിൻ ദീനിൽ ഇസ്ലാം. ഇസ്ലാമിൽ നിർബന്ധമായും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെ അഹങ്കാരം കൊണ്ട് മാറ്റിവെക്കുന്നവൻ മാത്രമേ ഈ സ്വഹാബത്തിന്റെ മാർഗം വേണ്ട എന്ന് പറയുകയുള്ളൂ, തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുകയുള്ളൂ. പണ്ഡിതന്മാരെ പഠിപ്പിച്ച കാര്യമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു ഖലീഫയാണ്, അമവി കാലഘട്ടത്തിൽ അവസാനത്തെ ഖലീഫ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഖിഫ് ഹൈതു വഖഫൽ ഖൗം. അന്ന് നാട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോ, പല വിഷയങ്ങളിലും ചർച്ചകൾ വന്നപ്പോ, തർക്കങ്ങൾ വന്നപ്പോ, അന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയാണ്, ഖിഫ്, നീ നിൽക്കണം. എവിടെ നിൽക്കണം? ഹൈതു വഖഫൽ ഖൗം, സ്വഹാബികൾ നിന്നിടത്ത്. അതിനപ്പുറം പോകണ്ട, അതിനപ്പുറം പ്രവർത്തിക്കണ്ട, അതിനപ്പുറം ചിന്തിക്കണ്ട, അതിൽ കുറവ് വരുത്താനും പാടില്ല. അവർ നിന്നിടത്ത് നിൽക്കുക. ഫഇന്നഹും മിൻ ഇൽമിൻ വഖഫു, കാരണം അവർ നിന്നത് ഇൽമു കൊണ്ടാണ്. പ്രവാചകനിൽ നിന്നും നേരിട്ട് കേട്ട അറിവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മാർഗം സ്വീകരിച്ചാൽ തെറ്റിപ്പോവുകയില്ല. നല്ല ഉൾക്കാഴ്ചയോടുകൂടിയാണ് അവർ ആ കേട്ട കാര്യങ്ങളിൽ മതിയാക്കിയത്. വലഹും അലാ കശ്ഫിഹാ കാനു അഖ്വാ, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവും അവർക്കുണ്ടായിരുന്നു. താബിഊകൾ പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റണമെന്ന്. അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ലഖദ് സാറത് താബിഊന വതാബിഊഹും അലാ നഹ്ജി സ്വഹാബ. താബിഈങ്ങളും തബഉ താബിഈങ്ങളും സ്വഹാബത്തിന്റെ വഴിയിലൂടെ നീങ്ങി. വഖതഫൗ അസറഹും, അവരുടെ മാർഗങ്ങളെ പിൻപറ്റി. അതേപോലെ തന്നെ വലിഹാദ, അതുകൊണ്ടാണ് സഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഖൈറുൻ നാസി ഖർനി എന്ന ഹദീസ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. താബിഈകളിൽപ്പെട്ട ഇമാം നഖഈ അദ്ദേഹം പറയാണ്, ലൗ ബലഗനി അനിസ്വഹാബത്തി അന്നഹും ലം യുജാവിസു ബിൽ വുളൂഇ ളുഫ്റൻ മാ ജാവസ്തുഹു. വുളു എടുക്കുമ്പോ നഖത്തിന്റെ അപ്പുറം വെള്ളം, നഖത്തിന്റെ മുകളിൽ വെള്ളം കയറാൻ പാടില്ല എന്ന് സ്വഹാബിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. എന്റെ നഖത്തിന്റെ മുകളിൽ വെള്ളം കയറൂല എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷിച്ചു ഓരോ കർമ്മങ്ങളിലും സ്വഹാബത്തിന്റെ മാർഗമാണ് ഞാൻ സ്വീകരിക്കുക. അദ്ദേഹം പറയാണ്, ഒരു ജനത തെറ്റു ചെയ്തു എന്ന് പറയാൻ ഇത്രമാത്രം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിര് വല്ലവനും പ്രവർത്തിച്ചാൽ അവൻ തെറ്റു ചെയ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എല്ലാവരും അറിയുന്നൊരു സ്വഹാബിയാണ്, ചെറുപ്പം മുതലേ പ്രവാചകനോടൊപ്പമുള്ള സ്വഹാബി. ആ സ്വഹാബി കുറെ കാലം കഴിഞ്ഞിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, മൻ കാന മുസ്തന്നൻ, നിങ്ങൾ ആരുടെയെങ്കിലും നടപടിക്രമങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, മരിച്ചുപോയവരുടെ മാർഗം സ്വീകരിക്കുക. അതായത് സ്വഹാബികൾ പലരും മരിച്ചു, പ്രഗത്ഭരായ പലരും മരിച്ചിട്ടുണ്ട്. നബിയോടൊപ്പം ഇരുന്നവർ, ഒപ്പം ഭക്ഷണം കഴിച്ചവർ, ഒപ്പം യുദ്ധം ചെയ്തവർ, ഒപ്പം യാത്ര ചെയ്തവർ, അങ്ങനെ പല രംഗങ്ങളിലും പ്രവാചകനോട് അടുത്തുണ്ടായിരുന്ന പല സ്വഹാബത്തും മരിച്ചു. പിന്നീട് സമൂഹത്തിൽ പല ഭിന്നതകളും പ്രശ്നങ്ങളും ഉണ്ടായി. അന്ന് ഇബ്നു അബ്ബാസ് പറയാ, നിങ്ങൾ ആരുടെയെങ്കിലും മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ ഇപ്പൊ കടന്നു വരുന്ന ചിന്തകളെയല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, മറിച്ച് മരിച്ചുപോയവന്റെ മാർഗം സ്വീകരിക്കുക. അതാരാ? അന്ന് ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് അത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് മരിച്ചുപോയ സ്വഹാബിമാര്. അദ്ദേഹം പറയാണ്, ഫൈനൽ ഹയ്യ, കാരണം ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതാരാ? അതിലൊക്കെ താബികളുണ്ട്, അങ്ങനെ പിൻകാലത്ത് വന്നവരാണ്. അദ്ദേഹം പറയാ, ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, അവരിൽ പോലും ഫിത്നക്ക് സാധ്യതയുണ്ട്, അവരെ വാക്കുകൾ തെറ്റുവരാൻ സാധ്യതയുണ്ട്, അവർക്ക് പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മരിച്ചുപോയ സ്വഹാബത്ത് അങ്ങനെയല്ല. ഉലായിക, അവരാരാന്നറിയോ മരിച്ചുപോയവർ? ഉലായിക സ്വഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ സ്വഹാബിമാരാണ് അവർ. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരുന്നു അവർ. അബർറഹ ഖുലൂബ, ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമകളായിരുന്നു അവർ. അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, പരസ്പര വിദ്വേഷങ്ങളോ വെറുപ്പുകളോ ഒന്നുമില്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകൾ. ആഴമേറിയ അറിവുള്ളവരായിരുന്നു അവർ. ജാടകളില്ലാത്തവരായിരുന്നു അവർ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും
വഴിവിലക്ക് കാട്ടിക്കൂട്ടുന്ന ആളുകളായിരുന്നില്ല അവർ. അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു ബിസുഹബത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊപ്പം ജീവിക്കാൻ, വലി ഇഖാമത്തി ദീനിഹി അല്ലാഹുവിന്റെ മതത്തെ നിലനിർത്താൻ. അതുകൊണ്ട് ഫഅരിഫൂ ലഹും ഫദ്ലഹും, സ്വഹാബത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഊഹും അലാ അഥരിഹിം, അവരുടെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസിയരിഹിം, ആ സ്വഹാബത്തിന്റെ സ്വഭാവങ്ങളെ, അവരുടെ ജീവിതങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, കാരണം അവർ ചൊവ്വായ മാർഗത്തിലായിരുന്നു. ആരായി പറയുന്നത്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മരിച്ചുപോയ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കാൻ. അപ്പൊ ലോകത്ത് കഴിഞ്ഞുപോയ താബികളും തബഉ താബികളും ശേഷം വന്ന പണ്ഡിതന്മാരും അഹ്ലുസുന്നയുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞ കാര്യമാണെന്ത്? സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണം. അതുകൊണ്ട് ആ സ്വഹാബത്ത് ചെയ്തത് മതി നമുക്ക്, അവർ ചെയ്യാത്തത് വേണ്ട. അത് പറയാനാണ് ഞാൻ ഈ വിഷയങ്ങൾ വിശദീകരിച്ചത്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, 4 പ്രധാനപ്പെട്ട മദ്ഹബിലെ ഒരു മദ്ഹബിന്റെ ഇമാമാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, അലൈക ബിൽ അസർ, നീ ഹദീസുകളെ സ്വീകരിക്കണം. വത്വരീഖത സലഫ്, മുൻഗാമികളുടെ മാർഗത്തെ സ്വീകരിക്കണം. വഇയ്യാക വകുല്ല മുഹദസത്തിൻ, എല്ലാ പുതിയതിനെയും സൂക്ഷിക്കണം. വിശ്വാസരംഗത്തെ പുതിയത്, കർമ്മരംഗത്തെ പുതിയത്, ആദർശരംഗത്തെ പുതിയത്, ആചാരരംഗത്തെ പുതിയത്, അതിനെല്ലാം നീ വർജിക്കണം. കാരണം ഫഇന്നഹാ ബിദ്അ, അതൊക്കെ ബിദ്അത്തുകളാ, സ്വഹാബത്ത് ചെയ്യാത്തത് പിൽക്കാലത്ത് കടന്നു വന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ഹദീസ് അനുസരിച്ച് ജീവിക്കുക. അത് രണ്ടും, ആ ഖുർആനും ഹദീസും നേരിട്ട് അനുഭവിക്കാനും കാണാനും കേൾക്കാനും അത് അവതരിക്കുന്ന കാലഘട്ടത്തിൽ അത് അനുഭവിക്കാനും സാധിച്ച ഒന്നാമത്തെ തലമുറ, ഏറ്റവും നല്ല തലമുറ, ശ്രേഷ്ഠരായ തലമുറ, അവർ സ്വീകരിച്ച മാർഗമുണ്ട്, അവർ മനസ്സിലാക്കിയ രൂപങ്ങളുണ്ട്, അവർ ചെയ്ത രീതികളുണ്ട്. അതനുസരിച്ച് ജീവിക്കുക, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തേത്, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. അള്ളാഹു നമുക്ക് നൽകിയ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴിയാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ പലപ്പോഴായി സൂചിപ്പിക്കുന്നൊരു വിഷയമാണ്. നമ്മളെല്ലാവരും ഖുർആന്റെ പഠിതാക്കളാണ്. ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പല അപകടങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ അർത്ഥമല്ലല്ലോ. ഖുർആൻ സ്വീകരിക്കുന്നവനല്ലേ മുസ്ലിം. ജീവിതത്തിലും സ്വഭാവത്തിലും അവന്റെ ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും എല്ലാറ്റിലും ഖുർആന്റെ മാർഗം സ്വീകരിക്കണമല്ലോ. എന്താ ഖുർആൻ പറയുന്നത് അറിയൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മുമ്പിൽ പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളിലായ ഖുർആൻ ക്ലാസുകളുണ്ട്. അത് നമ്മൾ ഒരിക്കലും സഹോദരങ്ങൾ നഷ്ടമാക്കരുത്. ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബിന് ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ പഠനമാണ്. അള്ളാഹിനെ കുറിച്ച് അറിയാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, നമ്മുടെ ഈമാന് വർദ്ധിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം തോന്നാൻ, സ്വർഗത്തെക്കുറിച്ച് അറിയാൻ, നരകത്തെക്കുറിച്ച് അറിയാൻ, അങ്ങനെ അള്ളാഹിനെ കുറിച്ചുള്ള തെക്കുവയും പേടിയും ഉണ്ടാകാൻ, അങ്ങനെ കൂടുതൽ കൂടുതൽ ദീനിലേക്ക് അടുക്കാൻ എന്തേ മാർഗം? ഖുർആൻ തന്നെയാണല്ലോ മാർഗം. ഇന്നത്തെ ആധുനികമായ ജീവിത രീതികളും ഭൗതികപരമായിട്ടുള്ള ആഡംബരങ്ങളും സുഖലോലുപതകളും പുറത്തു കാണുന്ന സംഗീതവും മറ്റുമല്ല അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് വലിക്കപ്പെടും. അത് നമ്മുടെ പരലോക വിജയത്തിന് തടസ്സമായി മാറുകയും ചെയ്യും. അപ്പോൾ മനസ്സ് ലോലമാകണം, മനസ്സ് നന്നാകണം, അള്ളാഹുവിലേക്ക് അടുക്കണം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൂടുതൽ അടുക്കണം, സ്വർഗത്തിന്റെ വഴിയിലേക്ക് കയറണം. അതിന് വേണ്ടി നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ വഴി എന്താ? ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഖുർആന്റെ പഠിതാക്കളാകണം. ഒരാഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ മാത്രമാണ്. അള്ളാഹു പറയാലോ, നിന്റെ ഖുർആൻ പഠിക്കാൻ പള്ളിയിൽ ഞാൻ ഒരുമിച്ച് കൂടിയെന്ന്. അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടുകൂടി ആ ഒരു വഴി സ്വീകരിക്കുക. ഇനി തീരെ ക്ലാസ്സുകൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളാണോ, ചുരുങ്ങിയത് ഖുർആൻ പരിഭാഷ എടുക്കുക.
അതിന്റെ അർത്ഥങ്ങളൊന്നും ഇങ്ങനെ വായിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഖുർആനുമായി ബന്ധമില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തെ അത് ഉണക്കിക്കളയും, അത് നശിപ്പിച്ചു കളയുകയും ചെയ്യും. നമ്മുടെ മനസ്സെപ്പോഴും അത് നൈർമല്യമായി കൊണ്ടിരിക്കണം, അതെപ്പോഴും ഒരിക്കലും ഉറച്ചു പോകാൻ പാടില്ല. അതിനുള്ള മാർഗം അള്ളാഹിനെ കുറിച്ച് അറിയലും പരലോകത്തെക്കുറിച്ച് അറിയലും നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള വസ്തുതകളെക്കുറിച്ചുള്ള ചിന്തകളും അറിയുമൊക്കെയാണ് അതിനുള്ള മാർഗമാണ് ഖുർആൻ പഠനം. അതുകൊണ്ട് എല്ലാവരും ഖുർആന്റെ പഠനത്തിലേക്ക് കടന്നു വരിക. ഒന്നാമതായി സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം, വെള്ളിയാഴ്ച പള്ളിയിൽ എത്തേണ്ട സമയം എപ്പോഴാണെന്ന് നമുക്കൊക്കെ അറിയാം. സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. എപ്പോഴും നമുക്ക് യാത്ര ഈ ലോകത്ത് നിന്ന് പോകാം. നമ്മൾ ഒരു ഖുതുബ തന്നെ 1-2 ആഴ്ച മുമ്പ് അതുമായി വിശദമായി പറയണ്ടായി. ചില മരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ഒരുപാട് മരണങ്ങളെക്കുറിച്ച് ഇപ്പൊ ഇന്നലെ പോലും നമ്മൾ കേട്ട മരണ വാർത്തകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതന്മാർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ പല സഹോദരന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്നും യാത്രയാകാം അള്ളാഹിന്റെ കോടതിയിലേക്ക്. അവിടെ പോയാൽ പിന്നെ വിചാരണയും രക്ഷാശിക്ഷകളൊക്കെയാണ്. അപ്പൊ ആ റബ്ബിന്റെ അടുക്കലേക്കുള്ള യാത്രക്ക് മുമ്പ് എന്ത് ചെയ്തു വെക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. വെള്ളിയാഴ്ച ദിവസം അള്ളാഹ് നമ്മോട് പറഞ്ഞ എന്താ? ജുമുഅന്റെ ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പൊന്നു വരാനാണ്. മുൻഗാമികളായ ആളുകൾക്കുള്ള, അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അത്രത്തോളം മതനിയമത്തിലെ പ്രയാസങ്ങൾ നമുക്കില്ല. പല വിഷയത്തിലും ഇളവുണ്ട്. അവർക്ക് അന്ന് അവരുടെ ആരാധനാ ദിവസം മീൻ പിടിക്കാനേ പാടില്ല, അള്ളാഹ് വിലക്കി. പക്ഷെ ആ നിയമത്തെ അവർ ലംഘിച്ചപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷക്കാർ വിധേയരായി തീരുകയും ചെയ്തു. അള്ളാഹ് നമ്മുടെതൊന്നും പറഞ്ഞിട്ടില്ല. ജുമുഅക്ക് ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും പള്ളിയിലെത്ര, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താ പറഞ്ഞ്? അങ്ങനെ നേരത്തെ വന്നാലോ ഇന്ന പ്രതിഫലമുണ്ട്, മഹത്വമുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടേ? ഇനി അള്ളാഹ് പറഞ്ഞ എന്താ? ഫൈദാ ഖുദിയത്തി സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ പള്ളി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞോ? ഇല്ല, ഫന്തശിറൂ ഫിൽ അർദ്, പോയിക്കോളി. പിന്നെ നിങ്ങൾ അധ്വാനിച്ചോളി, സമ്പാദിച്ചോളൂ, അള്ളാഹ് വിടുക നമ്മളെ. അങ്ങനെയൊക്കെ ഇളവും അതേപോലെ സൗകര്യങ്ങളും അള്ളാഹ് തന്നിട്ട് ആ ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പൊന്ന് എത്താൻ നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടിട്ടുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അത് നമ്മളൊന്ന് ശരിയാക്കുക. ഞാൻ എല്ലാവരും ആക്ഷേപിച്ച് പറയല്ല. യാത്രക്കാരുണ്ടാകും, വൈകി വരുന്നവരുണ്ടാകും. എന്നാൽ നാട്ടുകാരായ ആളുകൾ, അപ്പൊ അവർ സ്വന്തമായി ബിസിനസ്സും കാര്യങ്ങളുള്ളവരും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇന്ന് ഖതീബ് മിമ്പറിന്റെ മുമ്പിൽ കയറുന്നതിന് മുമ്പ് എത്താൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കുക, അവനവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, മിമ്പറിലേക്ക് ഖതീബ് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾക്ക് കടമ വീടി എന്നല്ലാണ്ട് ഖുതുബന്റെ പ്രതിഫലമില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മലക്കുകൾ ഇങ്ങനെ വാതിലെങ്കിൽ ഇരുന്ന് പേര് എഴുതി വെക്കും. മിമ്പറിലേക്ക് ഖതീബ് കയറി കഴിഞ്ഞാൽ അവരാ ബുക്കടച്ച് മലക്കുകൾ പോലെ ഖുതുബ കേൾക്കുക എന്നാണ്. അപ്പൊ നമ്മളാ ലിസ്റ്റിൽ വരണം, അപ്പോഴേ ഖുതുബന്റെ മഹത്വം കിട്ടുള്ളൂ. മറ്റത് നമ്മുടെ കടമ വീടി എന്നുള്ളതല്ലാണ്ട് റബ്ബിന്റെ അടുക്കൽ നമുക്ക് ആ സ്ഥാനമോ പദവിയോ പ്രതിഫലമോ പരിപൂർണമായി ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ എത്താൻ ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ ആശ നമ്മുടെ മക്കളാണ്. അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആശങ്കയും നമ്മുടെ മക്കളാണ്. നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ മക്കൾ. അതോടൊപ്പം നമ്മുടെ ഭയപ്പാടുമാണ് നമ്മുടെ മക്കൾ. ഏത് വഴിയിലേക്കാ തിരിയ, എപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത വർത്തമാനങ്ങൾ സ്വന്തം മക്കളെ കുറിച്ച് കേൾക്കേണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അതുകൊണ്ട് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവർക്ക് മതപരമായ ഒരു കൃത്യമായ വഴി, രീതികൾ, പരലോകത്തെക്കുറിച്ചുള്ള ബോധം, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ കൊടുക്കല് മാതാപിതാക്കളുടെ കടമയാണ്, ബാധ്യതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നേറുന്ന ഒരു സമൂഹമായി, കൂട്ടായ്മയായി നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഓരോ പ്രായത്തിലും ഉള്ള കുട്ടികൾക്ക് അവരുടേതായ സമയങ്ങളും ഒഴിവുകളും നോക്കി ആ പ്രായത്തിനനുസരിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും പഠിപ്പിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ഭാഗമായും പ്രൊഫഷണൽ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുള്ള ആ വിദ്യാർത്ഥികളുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഒക്ടോബർ മാസത്തിൽ 11, 12, 13 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കണം. അതിനുള്ള രജിസ്ട്രേഷൻ സൗകര്യം ഇന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്നോ അതിൽ തുടർന്നുള്ള ദിവസങ്ങളൊക്കെ ആയിക്കൊണ്ട് എല്ലാ രക്ഷിതാക്കളും ആ കാര്യങ്ങൾ പ്രത്യേകം താല്പര്യം കാണിക്കുക. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിലൊക്കെ മാറ്റം വരാൻ സാധ്യതകളുണ്ട്. ചില രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, നിങ്ങളൊന്ന് നന്നാക്കി തരണം, അത് നിങ്ങളൊന്ന് പറഞ്ഞു ഉപദേശിക്കണം.
അപ്പൊ അതൊക്കെ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇത്ര നല്ല അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിരക്കും നല്ലവരായി പരിപൂർണ മുസ്ലിംകളായി മുഅ്മിനുകളായി ജീവിക്കാൻ ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ സഹോദരന്മാർക്കും നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കള്, സഹോദരികള്, അമ്മ, വാപ്പ, പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ആശുപത്രിയിലുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു നല്ല അവസ്ഥ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ أموات إنك مجيب الدعوات يا قاضي الحاجات اللهم طيب ثراهم واجعل الجنة مأواهم اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر اللهم اغفر لنا اللهم اغفر لنا اللهم اغفر لنا ولوالدينا ولإخواننا ولأساتذتنا ولزوجاتنا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من هوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين صلى الله على نبينا الله أكبر الله أكبر أشهد أن لا إله إلا الله